റിഫ്ലെക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഷോപ്പിലേക്ക് വേണ്ടിയുള്ള ഓഡിയോ സിസ്റ്റമാണ്, അതായത് 2 സബ്വൂഫറും സ്പീക്കറുകൾ, സീലിംഗ് സ്പീക്കർ, വാൾ സ്പീക്കറൊക്കെ വെച്ചിട്ടുള്ളൊരു ആംപ്ലിഫയറിൻ്റെയും സ്പീക്കറിൻ്റെയും വീഡിയോ ആണ്. ഇത് നമ്മൾ മൊത്തം സ്പീക്കർ എടുത്തിരിക്കുന്ന ഒരു ഹോട്ടലിലേക്ക് വേണ്ടിയാണ്. അതായത് ഹോട്ടൽ 24 hours ആണ്, അതായത് നൈറ്റിലും പ്രവർത്തിക്കാവുന്ന രീതിയിൽ ഷവർമ, അതുപോലെ തന്നെ അൽഫാം അങ്ങനെയൊക്കെ ഉള്ളതും, അതുപോലെ തന്നെ ഇന്റീരിയറിലായിട്ട് വിത്ത് AC കൂടിയുള്ള റൂമുണ്ട്. അപ്പോൾ AC വേണ്ടിയിട്ട് നമ്മൾ സബ്വൂഫറും ഈ സീലിംഗ് സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. ഔട്ട്ഡോറിലേക്ക് വേണ്ടിയിട്ടാണ് ഈ വാൾ സ്പീക്കർ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ 3 സ്പീക്കർ പുറത്തേക്കും 7 സ്പീക്കർ AC കൊടുത്തിരിക്കുന്നത്, സബ്വൂഫർ ഉൾപ്പെടെ. ഇനി നമുക്ക് ആംപ്ലിഫയറിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ആംപ്ലിഫയറിൽ നമ്മൾ ഈ പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത് ഫുള്ള് TDI തന്നെയാണ്. ചാനലുകൾക്ക് 10 ചാനലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് 10 സ്പീക്കറിലേക്ക് വേണ്ടിയിട്ട് 10 ചാനൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഔട്ട്ഡോറിലേക്ക് വേണ്ടിയുള്ള വോളിയം സെപ്പറേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, കാരണം AC കുറച്ച് വോളിയം കുറച്ച് മതി. അതുകൊണ്ട് 2 സ്ഥലത്തും വോളിയം കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നത്. ഇതിൽ മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന TDI എന്ന് പറയുന്നത് 2050 ആണ് 10 ചാനലിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. 35 വാട്ട് നമുക്ക് ഓരോ ചാനൽ കിട്ടും. അങ്ങനെ 10 ചാനലാണ് കൊടുത്തിരിക്കുന്നത്. സബ്വൂഫറിന് TDI 7294 ആണ് ഇത് ബ്രിഡ്ജ് ചെയ്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ 8 ഇഞ്ച് 2 സബ്വൂഫറിന് വേണ്ടിയിട്ട് ബ്രിഡ്ജ് ചെയ്ത 2 സബ് ഔട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ബോർഡാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അത് പവർ ട്രിക്കിൻ്റെ ബോർഡാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളും ബോർഡുകളൊക്കെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ, പവർ സപ്ലൈ ഒക്കെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ പ്രത്യേകത ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പാനലിൽ വോളിയം 1, വോളിയം 2 എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ സബ്വൂഫറിൻ്റെ വോളിയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒരു വോളിയം 3 സ്പീക്കർ മാത്രം ഔട്ട്ഡോറിലേക്കുള്ള വോളിയം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. AC വരുന്നത് സബ്വൂഫറിന് വേണ്ടിയിട്ടും സെപ്പറേറ്റ് വോളിയം കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലും മാസ്റ്റർ വോളി ആയിട്ട് വേറെ ഒരെണ്ണം കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ബ്ലൂടൂത്ത്, ഓക്സിലറി ഇൻപുട്ട്, പെൻഡ്രൈവ് ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഈ ആംപ്ലിഫയറിൻ്റെ മുൻവശം വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസ്റ്റർ വോളിയം കൊടുത്തിട്ടുണ്ട്. അതായത് 10 ചാനലും 2 സബ്വൂഫറും ഒരേ സമയത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന രീതിയിൽ ഒരു മാസ്റ്റർ വോളിയം കൊടുത്തിരിക്കുന്നു. അതുകൂടാതെ തന്നെ വോളിയം 1ഉം വോളിയം 2ഉം സബ്വൂഫറാണ് കൊടുത്തിരിക്കുന്നത്. വോളിയം 1 എന്ന് പറയുന്നത് നമുക്ക് ഔട്ട്ഡോറിലേക്കുള്ള 3 സ്പീക്കറിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ്, വോളിയം കൂട്ടി വയ്ക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വോളിയം 2 എന്ന് പറയുന്നത് സബ്വൂഫർ നമ്മൾ AC വേണ്ടിയാണ് എടുത്തിരിക്കുന്നത്. അവിടെ AC ക്ലോസ്ഡ് ആയതുകൊണ്ട് നമുക്ക് വോളിയം കുറച്ച് മതി. അതുകൊണ്ട് അതിൽ കുറച്ച് വോളിയം കുറച്ച് വെക്കാവുന്ന രീതിയിലാണ് ആ വോളിയം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ബ്ലൂടൂത്ത്, പെൻഡ്രൈവ് കണക്ട് ചെയ്യാം, ഓക്സിലറി ഇൻപുട്ട് ഇതൊക്കെയാണ് ഇൻപുട്ടുകളെല്ലാം വന്നിരിക്കുന്നത്. ഇതിൻ്റെ പുറകുവശം നോക്കുകയാണെങ്കിൽ നമ്മൾ ഫുൾ അക്രിലിക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കമ്പ്യൂട്ടർ കേബിൾ കണക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഇൻബിൽറ്റ് ഫ്യൂസോട് കൂടിയുള്ള ഒരു കണക്ടർ, അതുപോലെ തന്നെ 10 ചാനൽ കണക്ട് ചെയ്യാവുന്ന ഒരു ഇമ്പോർട്ടഡ് സ്പീക്കർ കണക്ടർ നമ്മൾ കൊടുത്തിരിക്കുന്നു. 5 ചാനലായിട്ട്. പിന്നെ 2 സബിന് വേണ്ടിയിട്ട് ബനാന സോക്കറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ RCയിൽ ഇതിൻ്റെ ഓക്സിലറി ഇൻപുട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ സബ്വൂഫറിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന അവാർഡിൻ്റെ 8 ഇഞ്ച് 8 ohms വരാവുന്ന 80 വാട്ട് വരാവുന്ന സബ്വൂഫറാണ് 8 ഇഞ്ച് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ 2 ബോക്സിൽ കൂടി 2 സബ്വൂഫർ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നു. ഈ ബോക്സ് വന്നിരിക്കുന്നത് ക്ലോസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് ബോക്സിൻ്റെ അകത്ത് സബ്വൂഫർ വെച്ചതിന് ശേഷം എയർ ഹോൾ മാത്രമാണ്. ഇപ്പോൾ നമ്മൾ കടകളിലേക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള 8 ഇഞ്ച് 6 ഇഞ്ചൊക്കെയാണ് ചെറിയ വോളിയത്തിൽ നല്ല ബേസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ബോക്സ് ഉപയോഗിക്കുന്നത്. കടകളിലേക്ക് ഉപയോഗിക്കുമ്പോൾ വളരെ കുറച്ച് വോളിയാണ് ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട്
നല്ല ബേസ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബേസ് നമുക്ക് കിട്ടും. പിന്നെ ഈ ബോക്സിനകത്ത് ഇതിനകത്ത് വന്നിരിക്കുന്നത് 2-way ആണ് വന്നിരിക്കുന്നത്. 4 ഇഞ്ച് ഒരു ഊഫറും ഒരു ട്യൂട്ടറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനത്തെ 3 ബോക്സ് ആണ് വന്നിരിക്കുന്നത്. സീലിംഗ് സ്പീക്കർ 6 ഇഞ്ചിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ സീലിംഗ് സ്പീക്കർ ഏതാണ്ട് 7 സ്പീക്കർ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. 7 വെച്ച് വീഡിയോ പിടിക്കേണ്ടല്ലോ എന്ന് വെച്ചാൽ 2 എണ്ണം ഡെമോ ആയിട്ട് 2-3 ആയിട്ട് കാണിക്കുന്നത്. 7 സ്പീക്കറാണ് നമ്മൾ AC-ലേക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനത്തെ 6 ഇഞ്ചിൽ സീലിംഗ് സ്പീക്കർ 7 എണ്ണമാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഇന്റീരിയലും ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇതിന്റെ ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓഡിയോയിൽ നമ്മൾ ഇതേപോലെ തന്നെ വെച്ച് മേശപ്പുറത്ത് വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഓഡിയോ ചെക്ക് ചെയ്യുന്നത് ഈ ഒരു 3 സ്പീക്കറും 2 സബ് ഊഫറും ജസ്റ്റ് ഒന്ന് ഓഡിയോ ചെക്ക് ചെയ്യൽ മാത്രമാണ്. അതുപോലെ തന്നെ ഇന്റീരിയലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിന്റെ ഉൾവശം വന്നിരിക്കുന്നത്. ഈ ഭാഗത്ത് നമ്മൾ പവർ സപ്ലൈ ആണ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്കുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ 24/0 പ്ലസ് മൈനസ് 0 ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ BT ബോർഡിന് വേണ്ടി ഒരു സെപ്പറേറ്റ് 12 വോൾട്ട് എടുത്തിട്ടുണ്ട്. സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടി ഇത്രയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ തന്നെ പവർ സപ്ലൈ ബോർഡാണ്. ഇതിനകത്ത് 10,000-ന്റെ 2 കപ്പാസിറ്റർ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫാനിന് വേണ്ടിയിട്ടുള്ളതാണ്. പുറകിലായിട്ട് 3 പിൻ സോക്കറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നു. ഇൻബിൽറ്റ് ഫ്യൂസോട് കൂടി തന്നെയാണ് വരുന്നത്. ഇതിൽ നമ്മൾ ഫ്രണ്ട് പാനൽ ഈ ഭാഗത്തായിട്ടാണ് അതിൻ്റെ USB പാനൽ കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുകയാണ് ബ്രെയിൻ ഓഡിയോസിൻ്റെ നമ്മളൊരു 2-way BT ബോർഡ്, അതായത് ബേസും ട്രബിളിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു ബോർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനകത്ത് RBLൻ്റെ സബ് ഫിൽറ്റർ ബോർഡ്, അതായത് സബ് ഊഫർ ഫിൽറ്റർ ബോർഡ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ 2 ബോർഡാണ് പവർ ട്രിക്കിൻ്റെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ 5 ചാനലും ഒരു സബ്ബും അതുപോലെ തന്നെ 5 ചാനലും ഒരു സബ്ബും. നമുക്ക് ഇവിടേക്ക് വേണ്ടത് 10 സ്പീക്കറും 2 സബ്ബാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ TDA IC ആണ്, മൊത്തം TDA 2050 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ TDA 7294 ആണ് ബ്രിഡ്ജ് ചെയ്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 2 ബോർഡിലും സെയിം തന്നെ പവർ ട്രിക്കിൻ്റെ ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ സബിന് വേണ്ടിയിട്ട് 2 റിലേ വെച്ചിട്ട് പവർ ട്രിക്കിൻ്റെ തന്നെ ഒരു ബോർഡ് സ്പീക്കർ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നു. സബിന് വേണ്ടി നമ്മൾ പ്ലസ് മൈനസ് 2 ബനാന സോക്കറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. ഇത് 5 ചാനലും ഇത് 5 ചാനലാണ്. അങ്ങനത്തെ ഒരു ഇമ്പോർട്ടഡ് വരുന്ന സ്പീക്കർ സോക്കറ്റാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു കൂളിംഗ് ഫാനും കൊടുത്തിട്ടുണ്ട്. കാരണം ഈ കടകളിലേക്ക് എന്ന് പറയുമ്പോൾ അധികം വോളിയം വേണ്ടി വരില്ല. അപ്പം വലിയ ഹീറ്റ്സിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കൂളിംഗ് ഫാനും കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് ഒരു ഓക്സിലറി ഇൻപുട്ടും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ കൺട്രോൾ ഇവിടെ ചെയ്തിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടകളിലേക്ക് കൊടുക്കുമ്പോഴുള്ള പ്രശ്നം ഇവർ ഈ ബേസും ട്രബിളൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കൊണ്ട് ഫിറ്റ് ചെയ്യുന്ന ടൈമിലുള്ള ക്വാളിറ്റി പിന്നീട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ബേസും ട്രബിളും കറക്റ്റ് ആക്കി വെച്ചതിന് ശേഷം വോളിയം മാത്രമാണ് പുറത്ത് കൊടുത്തിരിക്കുന്നത്. സബ് ഊഫറിൻ്റെ വോളിയം അതുപോലെ തന്നെ ചാനലിൻ്റെ വോളിയം മാസ്റ്റർ വോളിയാണ് പുറത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വലിയ കൺഫ്യൂഷൻ വരില്ല. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ഇതിനകത്ത് കൺട്രോൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ആംപ്ലിഫയറിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ 8 ഇഞ്ചിൻ്റെ 2 സബ് ഊഫറിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാൾ സ്പീക്കറാണ് 4 ഇഞ്ച് ട്യൂട്ടർ വരുന്ന വാൾ സ്പീക്കറിലാണ് 3 എണ്ണത്തിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഫ്രണ്ടിലുള്ള സീലിംഗ് സ്പീക്കറിൽ കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു ഓഡിയോ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഓഡിയോ കേട്ടിരിക്കും. ഓഡിയോയ്ക്ക് ഇപ്പോൾ പറയുന്ന പോലെ നമുക്കിത് ഫ്ലോറിൽ വെക്കുമ്പോഴാണ് കുറച്ചും കൂടി കേൾക്കാൻ നല്ല രസമുള്ള ബേസ് കിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് സീലിംഗിൽ സ്പീക്കറൊക്കെ മാറുമ്പോൾ കുറേ വ്യത്യാസം ഉണ്ടാവും കേൾക്കാനായിട്ട്. പിന്നെ കടകളിൽ വെക്കുമ്പോൾ ഈ കുറച്ചും കൂടി എക്കോസ്റ്റിക് ചെയ്താണ് കുറച്ച് സെറ്റി ഫോമുകൾ കാര്യങ്ങൾ മേശ കസേര ഇതൊക്കെ വരുമ്പോൾ എക്കോ വരില്ല, കുറച്ചും കൂടി കേൾക്കാൻ നന്നാവും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ബോക്സും സ്പീക്കറുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ആംപ്ലിഫയറിനെ കുറിച്ചുള്ള കൂടുതലുള്ള ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ മാക്സിമം വാട്സപ്പ് ചാറ്റ് ഒഴിവാക്കിയിട്ട് കോൾ വിളിക്കാൻ നോക്കുക. ഇമോ കോളോ അല്ലെങ്കിൽ നോർമൽ കോൾ ഏത് കോൾ വിളിച്ചാലും കുഴപ്പമില്ല. മാക്സിമം നിങ്ങൾ കോൾ വിളിക്കാൻ നോക്കുക.
ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസുകൾ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.